കുടുംബത്തിലെ സ്ത്രീകളെ ഓർത്തുകൊണ്ട് ദയവ് ചെയ്ത് സ്ത്രീകൾക്ക് നീതി നൽകുന്ന, സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന വനിതാ സംവരണ ബില്ലിൽ ഒപ്പുവയ്ക്കുക. എത്ര സ്നേഹമുള്ള പ്രധാനമന്ത്രി, എത്ര സ്നേഹമുള്ള പാർട്ടി. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട വേറെയും ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ജനാധിപത്യ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ BJPയുടെ വിജയിച്ചിട്ടുള്ള 240 MP-മാരിൽ ഏകദേശം 94 പേരും ക്രിമിനൽ കേസുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. അതിൽ തന്നെ ഏകദേശം 63 ആളുകൾ സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും 54 പേരെങ്കിലും സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ, അത് അവരെ തട്ടിക്കൊണ്ടുപോകൽ, റേപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ കേസുകളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ 5 സിറ്റിംഗ് ലോ മേക്കേഴ്സ് എങ്കിലും BJPയിൽ നിന്ന് നേരിട്ട് റേപ്പ് കേസുകളിൽ ഇത്തരത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അത്തരം കേസുകൾ ഹാൻഡിൽ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. കോൺഗ്രസും ഈ കാര്യത്തിൽ ഒട്ടും പിന്നില്ല. 23 നിയമസഭാ അംഗങ്ങളാണ് ഇത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള ക്രൈമുകളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. സ്ത്രീകൾക്ക് എതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുടെ ഒരു ഉദാഹരണമാണ് BJPയുടെ ഉന്നാവോ ജില്ലയിൽ നിന്നുണ്ടായിരുന്ന MLA ആയിരുന്ന കുൽദീപ് സിംഗ്. അദ്ദേഹം പ്രായപൂർത്തിയാകാത്ത 17 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. മാത്രമല്ല, ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, അവരെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ കുടുംബാംഗങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, അവരുടെ കുടുംബത്തിൽ തന്നെ കൊലപാതകങ്ങൾ നടത്തുക തുടങ്ങിയ ചാർജുകളാണ് ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഈ കേസിലെ കുട്ടിയുടെ ബന്ധുക്കളെ കൊലപ്പെടുത്തുകയും അവരുടെ വക്കീലിനെ അപായപ്പെടുത്താനും ശ്രമിക്കുകയൊക്കെ ഇയാള് ചെയ്തിട്ടുണ്ട്. ഇയാള് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ രാജ്യത്തെ വലിയ പ്രതിഷേധം ഇതിനെ തുടർന്ന് ഉണ്ടായത് കൊണ്ടാണ് അത്തരത്തിലൊരു പ്രവർത്തനം നിലയ്ക്കപ്പെട്ടു പോയത്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള MLAയും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള ക്രൈം ചെയ്തവരിൽ ഒരാളാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിയായിട്ടുള്ള ആൾദൈവം ആശാറാം ബാബുവിന് ഏകദേശം 8 ബെയിലുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, ജയിലിൽ വളരെ നല്ല പരിഗണനയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് പറയാതെ വയ്യ. അതേപോലെ തന്നെ ആൾദൈവമായിട്ടുള്ള ഗുർമീത് റാം റഹീം എന്ന് പറയുന്ന സന്യാസി, അയാൾക്കും പലപ്പോഴായി പരോൾ കിട്ടുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളും അദ്ദേഹത്തിന് പരോൾ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ക്രിമിനൽ കേസുകൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ അകപ്പെടുന്ന ആളുകൾക്ക് പരോളുകളും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് ഇത്രമാത്രം സ്ത്രീ സ്നേഹവും കരുതലുമുള്ള നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം പറഞ്ഞത്.